എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ലഞ്ച് മെനു കണ്ടാലോ? സത്യത്തിൽ ഇന്നത്തെ ലഞ്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് കുട്ടിക്കാലത്തേക്ക് പോയിട്ട് വന്നിട്ടുണ്ടേ. കുട്ടിക്കാനത്തേക്കല്ല, കുട്ടിക്കാലത്തേക്ക്. ഓർമ്മകളിൽ കൂടിയും ചില രുചികളിൽ കൂടിയും മാത്രമല്ലേ നമുക്കിനി അങ്ങോട്ട് പ്രവേശനമുള്ളൂ. അപ്പോൾ വായോ, നിങ്ങളിൽ ചിലരെങ്കിലും ഞാൻ ആ ഓർമ്മകളിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇനി അതിൽ ഞാൻ രണ്ടാമത് വിളമ്പിയ കറിയാണ് എൻ്റെ കുട്ടിക്കാലത്തെ ഓരോ ഓർമ്മ. അതായത് ഉരുളൻകിഴങ്ങ് പൊരിച്ചത്. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിലെ ചോറ് പാത്രത്തിലെ സ്ഥിരം അതിഥിയായിരുന്നു അവൻ. അമ്മ നല്ല മസാലയൊക്കെ ചേർത്ത് ക്രിസ്പി ആയിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. അത് ചൂട് ചോറിൽ വെച്ച് അടച്ചു തരും. സ്കൂളിൽ ചെന്ന് തുറന്നു നോക്കുമ്പോഴോ ഈ ഉരുളൻകിഴങ്ങെല്ലാം വാടി തളർന്നിരിക്കും. പക്ഷെ അതും കൂട്ടി ചോറ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. രണ്ടാമത് ഞാൻ മീൻകറി വിളമ്പിയിട്ടുണ്ട്. പച്ചമാങ്ങയും മുരിങ്ങക്കയൊക്കെ ഇട്ട മീൻകറി. അതിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ. ഇപ്പൊ കാണിക്കുന്ന ഈ മാങ്ങ കഷ്ണത്തിന് ഈ ലഞ്ചുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ഇന്ന് മാങ്ങ വാങ്ങിയപ്പോൾ അതിലൊരെണ്ണം പഴുത്തത്. എന്നാ പിന്നെ അത് നിങ്ങളെ കാണിച്ചൊന്ന് കൊതിപ്പിക്കാന്ന് കരുതി ചെയ്ത പണിയായിട്ടോ. മാങ്ങ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് മുറിച്ച് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും വിതറിയിട്ട് ഒരു ഡെസേർട്ടായിട്ട് അങ്ങരികത്തേക്ക് വെച്ചു. എന്തായാലും ലഞ്ച് കഴിച്ച് തീരുന്നതിന് മുമ്പ് ഞാൻ ആ മാങ്ങ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് രണ്ടാമത്തെ ഓർമ്മ. പഴുത്ത മാങ്ങയിൽ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കുന്ന ആ കുട്ടിക്കാലം ഓർമ്മ വന്നില്ലേ ചിലർക്കെങ്കിലും? ഇല്ലെങ്കിൽ പോട്ടെ, നമുക്കിനി ആ ചോറ് പാത്രം അങ്ങോട്ട് നീക്കി വെക്കാം. ഒഴിച്ചേറി എന്തേലും വേണ്ടേ? അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഒഴിക്കാൻ പോകുന്നതാണ് രസം. അപ്പോൾ ചോദിക്കും, ഇതിലെന്താ വെറൈറ്റി എന്ന് അല്ലേ? പക്ഷേ ഇത് നോർമൽ രസമല്ല കേട്ടോ. ഇതാണ് പച്ചമാങ്ങ രസം. നിങ്ങളിൽ എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അപാരമാണ്. നാളെ തന്നെ ഞാൻ ഇതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യും. അപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ലഞ്ച്. അപ്പോൾ ലഞ്ചിന് നമ്മുടെ വയറ് നിറയ്ക്കാൻ മാത്രമല്ല, പലപ്പോഴും നമ്മുടെ മനസ്സ് നിറയ്ക്കാനുള്ള ഒരു കഴിവ് കൂടിയുണ്ട്. അതാകണമല്ലോ ഒരു ഒന്നാം തരം ലഞ്ച്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലഞ്ച്.